നേതാവ് ഹെൻറി ഫയോള് ബിസിനസ്സിന് തുടങ്ങുന്നത് തന്നെ ബിസിനസ് എന്നത് ഒരു റിസ്ക് ബിയറിങ്ങിന് കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. യുദ്ധക്കളത്തിൽ, പോരാട്ട ഭൂമിയിൽ കയ്യിൽ ലഭ്യമായ ആയുധവുമായി ഈമാനിക ബലത്താൽ പോരാട്ടം നയിക്കുന്ന ഒരാൾ ബിസിനസ്സുകാരൻ തമ്മിൽ സാമ്യം ഉസ്താദ് പറഞ്ഞു. റിസ്ക്കാണ്. 1,00,000 ദിർഹം ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി അതിൽ നിക്ഷേപിക്കുമ്പോൾ ഈ 1,00,000 ദിർഹം 2,00,000 മാറുമോ, 0 ബാലൻസ് ആയി മാറുമോ എന്നുറപ്പില്ലാതെ ആണ് നമ്മളതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ പ്രതീക്ഷയുണ്ട്. ഒരാളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അയാളുടെ കൈവശം ഒരു ഐഡിയ, ഒരു പ്ലാൻ, പിന്നെ ഫീൽഡ് സ്റ്റഡി, സ്കോപ്പുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ, ഒന്നുകിൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക തുടങ്ങിയ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ബിസിനസ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത്. ആ ഒരു റിസ്ക് ബിയറിംഗ് ഫാക്ടർ മാനസികമായ ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ സമമായി വീതിക്കപ്പെട്ട സംഗതിയല്ല. ചില ആളുകൾ ജീവിത അനുഭവങ്ങളിലൂടെ നേടിയെടുക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് അല്ലാഹു കനിഞ്ഞ് ആദ്യമേ കൊടുത്തവരുണ്ടാവും. വളരെ ചെറുപ്പത്തിലെ വലിയ അനുഭവ ജീവിതമൊന്നും ഇല്ലാതെ തന്നെ ബിസിനസ്സിൽ സക്സസ്ഫുള്ളായ വളരെ ചെറുപ്പക്കാരായ ആളുകൾ നമുക്കറിയാം. ഇപ്പോഴൊക്കെ ഓൺലൈൻ സംവിധാനങ്ങൾ വളർന്നപ്പോൾ വളരെ മൈനറായിട്ടുള്ള കുട്ടികൾ തന്നെ കോടിപതികളായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഐഡിയകളാണ്, അവരുടെ പ്ലാനുകളാണ്, ഇൻബിൽറ്റായി അവരിൽ ഉണ്ടാകുന്ന ഒരു തരം കഴിവാണ്. പക്ഷെ ഇസ്ലാമികമായി നമ്മൾ ഇതിനെ ഇങ്ങനെ സമീപിക്കണമെന്നത് വളരെ പ്രധാനമാണ്. സകാത്ത് കൊടുക്കുന്നിടത്ത് സ്വതക്കകൾ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയം പരാമർശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലികൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, ലികൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. നിങ്ങളിലെ കുറച്ച് സമ്പന്നരിൽ മാത്രം സമ്പത്ത് ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കാനാണ്. ഇന്ന് ലോകത്ത് എത്ര വലിയ സാമ്പത്തിക കുത്തകകളായ രാജ്യങ്ങളാണെങ്കിലും അവിടെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായി നിലകൊള്ളുന്നവരും ചിന്തിക്കുന്നത് ലിക്വിഡിറ്റി ഓഫ് മണി, പണം ഇങ്ങനെ ഒഴുകണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. എന്നാൽ സമ്പത്ത് സ്വായത്തമാക്കിയ ഒരാൾ അതിൻ്റെ കൗണ്ട് എടുത്ത് ഷെൽഫിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ ഒരു ഡെഡ് ലോക്ക് വരും. ഉദാഹരണത്തിന് അംബാനി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സമ്പന്നനാണ്. അയാളുടെ കയ്യിലുള്ള സമ്പത്ത് വെച്ച് അയാൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാത്ത കാലത്തോളം ഇന്ത്യക്ക് വലിയ ക്ഷീണമാണ്. ഡെഡ് ലോക്ക് വരുന്നു, ലിക്വിഡിറ്റി കുറയുന്നു, മാർക്കറ്റ് ചലിക്കാതിരിക്കുന്നു. മാർക്കറ്റ് ചലിപ്പിക്കുന്നവർ എന്ന നിലയിൽ ഓരോ രാജ്യവും ഭരിക്കുന്നത് ബിസിനസ്സുകാരാണ് എന്ന് പലരും പ്രയോഗിച്ചിട്ടുണ്ട്. ബിസിനസ്സുകാരാണ് രാജ്യം ഭരിക്കുന്നത്, അവരാണ് മാർക്കറ്റ് ചലിപ്പിക്കുന്നത്. ഒരു ദിവസം ഒരു ഉസ്താദ് ഒരു സാധാരണ കൈത്തൊഴിൽ ചെയ്യുന്ന ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു കൊട്ടാരം പോലുള്ള വീട് കണ്ടു. ഈ വീട് കണ്ടപ്പം ഈ സാധാരണ തൊഴിലാളി അതിനെ വിമർശിച്ചു, എന്തൊരു വീടാണിത് ഉസ്താദ്, ഇങ്ങനെയൊക്കെ ഇവിടെ വീടുണ്ടാക്കിയാൽ
സ്വർഗത്തിൽ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആരാണ്. കൂറ്റൻ മതില്, അതിൻ്റെ പുറത്ത് വലിയ കൊമ്പകളൊക്കെ ഉള്ള വീട്. അപ്പോൾ ഉസ്താദ് ഈ തൊഴിലാളിയോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ടാക്റ്റിക്കാണ്. മാർക്കറ്റ് ചലിപ്പിക്കാൻ, സമ്പത്ത് ചലിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹുവിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. സമ്പത്തുള്ളവൻ അവന് വലിയ വീടുണ്ടാക്കാൻ കഴിവുണ്ടാവുകയും അങ്ങനെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ സ്റ്റാൻഡേർഡിന് ഒക്കുകയുള്ളൂ എന്ന ചിന്താഗതി വരികയൊക്കെ ചെയ്ത് ആ വീട് നിർമ്മാണത്തിലേക്ക് വരുമ്പോഴാണ് കൺസ്ട്രക്ഷൻ മേഖലയിലെ പല മെറ്റീരിയൽസും ഇയാളെ വീട്ടിലേക്ക് എത്തുക. 100 കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുക. നിങ്ങളടക്കമുള്ളവർക്ക് ദിവസം 1000 രൂപ കൂലി വെച്ച് എത്ര കിട്ടിയിട്ടുണ്ടാവും? അതാണ് സമ്പത്തിന്റെ ചലനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരൻ ചെയ്യുന്ന നന്മയും ധർമ്മവും ഏറ്റവും പ്രധാനമായി സമൂഹത്തെ ചലിപ്പിക്കുന്നു എന്നതാണ്. സമൂഹം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നാട് വലിയ മുന്നേറ്റം നടത്തും. അപ്പൊ ഒരാളുടെ കയ്യിൽ 2 ലക്ഷം ദിർഹംസ് ഉണ്ട്, അതവിടെ വെച്ചിരിക്കുകയാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ന് പറയുന്നതിനേക്കാളും മഹത്വം ആ 2 ലക്ഷം ദിർഹംസ് കൊണ്ട് എൻ്റെ ഉമ്മയുടെ പേരിൽ, ബാപ്പയുടെ പേരിൽ, അല്ലെങ്കിൽ മക്കളുടെ പേരിൽ ഒരു ബിസിനസ് തുടങ്ങുന്നവരാണ് മഹത്വം കൂടുതലുള്ളത്. ബിസിനസ് പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ പല സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ പലരും പല വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ചിലർ കമ്മ്യൂണലിസം, വർഗീയതയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞ് ടെററിസമാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റു ചിലർ പറഞ്ഞത് അട്രോസിറ്റീസ് ടുവാർഡ്സ് വുമൺ, സ്ത്രീകളോടുള്ള അക്രമമാണ് ഏത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം. ചിലർ പറഞ്ഞു ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഏറ്റവും ആധികാരികമായി ആ വിഷയത്തിൽ പഠനം നടത്തിയവർ പറഞ്ഞത് ഇതിന്റെ എല്ലാത്തിൻ്റെയും റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മയാണ്. കാരണം വളരെ സിമ്പിളാണ്, നമുക്കറിയാം. തൊഴിലില്ലാതായാലാണ് ഒരു ഗുണ്ടയെ വാടക കിട്ടുക. ഗുണ്ട വലിയ ബിസിനസ്മാനായാൽ അയാളെ പണി കിട്ടില്ല. തൊഴിലില്ലാതായാലാണ് ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്ന് സ്ത്രീകളെ കാണുമ്പോൾ വാചകമടിക്കാൻ ആളെ കിട്ടുക. അവര് രാവും പകലും തിരക്കാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ആളെ കിട്ടില്ല. തൊഴിലില്ലാതായാണ് നമുക്ക് ഗീബത്ത് നമീമത്തൊക്കെ പറയാൻ ആളെ കിട്ടുക. നേരെ ഒരാളെ കിട്ടില്ല. സ്ത്രീകള് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അയൽവക്കത്തെ വീട്ടിൽ മഗ്‌രിബിന് മുമ്പ് ഒരു ഒത്തുകൂടുന്ന സമയത്ത്, ആ സമയത്ത് ദിക്ർ ചൊല്ലുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഗീബത്തിൽ നിന്ന് പോകും. അയാൾ ബിസിയാണ്. ബിസി അല്ലാത്തവരൊക്കെ പ്രശ്നം. ബിസിനെസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വക സാമൂഹിക ഉപദ്രവങ്ങളിൽ നിന്നും സമൂഹത്തെ മാറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയാണ് ബിസിനെസ്. എപ്പോഴും തിരക്കാവുക എന്നത്. ഒരാൾ തിരക്കില്ലാതാവുക എന്നതിനർത്ഥം അയാള് ഗ്രാഫ് താഴോട്ട് പോകുന്നു എന്നതാണ്. ഞാനിപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നുമല്ല. ഞാനിപ്പം സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറാണ്. എനിക്കിപ്പോൾ വലിയ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഗ്രാഫ് താഴോട്ടാണ്. ജനറൽ മാനേജറായ പണി കൂട്ടുകയാണ് വേണ്ടത്. പണ്ട് ഞാൻ ഭയങ്കര പണിയായിരുന്നു, അസിസ്റ്റന്റ് മാനേജറായിരുന്നു, ഭയങ്കര ജോലി. ഇവർക്ക് പണിയൊന്നുമില്ല എന്നൊരാൾക്ക് തോന്നിയാൽ താഴോട്ടാണ്. അയാൾക്കും ഗ്രാഫ് താഴോട്ടാണ്, ബിസിനസ്സിനും ഗ്രാഫ് ഇംപ്രൂവ്മെന്റ് താഴോട്ടാണ്. അപ്പൊ തീർച്ചയായും തിരക്ക് വേണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വലിയ ബിസിനസ്മാൻമാരുണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ബിസിനസ് എന്തായിരുന്നു? ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു, വസ്ത്രവ്യാപാരമായിരുന്നു. നന്നായി വസ്ത്രം വിവിധ ഷാമിലേക്കും യമനിലേക്കൊക്കെ വസ്ത്രം കയറ്റി അയക്കുകയും അവിടെയുള്ള നല്ല വൂളൻ ക്ലോത്തുകളുള്ള വസ്ത്രം തണുപ്പ് കാലത്ത് മദീനത്തേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവരുകൾ
നല്ലൊരു ട്രേഡറായിരുന്നു. ഷാമിലേക്കും യമനിലേക്കും ഇവിടുന്ന് കിട്ടുന്ന തോട്ടങ്ങളിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് മദീനയിൽ ഡിമാൻഡുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്ന ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് ആണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ റിച്ചസ്റ്റ്, ഏറ്റവും വലിയ പണക്കാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. മക്കയിൽ നിന്നും മുഹാജിറായി മദീനത്തേക്ക് എത്തിയ ആളാണ്. മക്കയിലുണ്ടായിരുന്ന തോട്ടങ്ങളൊക്കെ ശത്രുക്കൾ പിടിച്ചെടുത്തു, അവർ കൈക്കലാക്കി. 0 ആയിട്ടാണ് മദീനത്തേക്ക് എത്തുന്നത്. ബിഗ് 0 ആയിരുന്നു വന്നത്, ഒന്നുമില്ല. അപ്പോൾ അൻസാരിയായ സഹാബി പറഞ്ഞു, നിങ്ങൾ അത്യാവശ്യം സാമ്പത്തികമായി തരക്കേടില്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ, നമ്മൾ വലിയ വീഴ്ചയിലേക്കാണ് എത്തിയത്. നിങ്ങൾക്ക് ഞാൻ ഒരു തോട്ടം വെറുതെ തരാം. ഒരു അൻസാറുകൾ എങ്ങനെയായിരുന്നു, എല്ലാവരും ഇടപെട്ട് മുഹാജിരീങ്ങളെ ഒക്കെ രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ഒരു തോട്ടം തരാം, ആ തോട്ടം നടത്തിയിട്ട് നിങ്ങൾ നല്ല ബിസിനസ് കൊണ്ടുവന്നോളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത് നിരസിച്ചു. സന്തോഷപൂർവ്വം നിരസിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മദീനത്തെ സൂക്കിലേക്കുള്ള വഴി കാണിച്ചു തരും, എനിക്ക് എന്റെ മാർക്കറ്റിലേക്കുള്ള വഴി പറഞ്ഞു തരൂ. അന്ന് മാർക്കറ്റിലേക്ക് ചെന്നു, കുറച്ച് ദിർഹംസ് കടം വാങ്ങിയിട്ട് ചെന്നു, മാർക്കറ്റിലെത്തി കച്ചവടം തുടങ്ങി. പിന്നെ ബഹുമാനപ്പെട്ടവര് എത്ര വലിയ ബിസിനസ്സുകാരനായി ചോദിച്ചാൽ, തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് 700 ഒട്ടകങ്ങളും അവക്ക് ചുമക്കാവുന്ന സാധനങ്ങളും യുദ്ധത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ കൊടുത്തു. 700 ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു 700 ലോറി എന്ന് പറഞ്ഞാൽ 700 ട്രക്ക്, ഒരു ചെറിയൊരു ട്രക്കിൽ കൊള്ളുന്നതൊക്കെ കൊള്ളും. 700 ഒട്ടകങ്ങളും അവക്ക് ചുമക്കാവുന്ന സാധനങ്ങളും തബൂക്ക് യുദ്ധത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ വകയായിരുന്നു. പക്ഷെ സമ്പത്ത് ഒരു മൂലക്കേ ആയിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കപ്പെടുന്നത് സമ്പത്ത് മുഴുവനും കൊടുക്കുന്ന ആൾ എന്ന നിലയിലായിരുന്നു. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവர்கள் വലിയ സമ്പന്നനായിരുന്നു. അപ്പോൾ ഖൈറുൽ കസ്ബി അമലുർ റജുലി ബിയദിഹി, ഏറ്റവും നല്ല ജോലി, വരുമാന മാർഗം എന്ന് പറയുന്നത് സ്വന്തം കഴിവിനാൽ ഒരാൾ ചെയ്യുന്ന തൊഴിലാണ് എന്നതാണ്. അതിൽ തന്നെ വളരെ പ്രധാനമായി ഹലാലായ കച്ചവടമാണ് എന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഹോണസ്റ്റിയാണ്. ഞാൻ പിന്നെ സമയം വൈകിയത് കൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, നമ്മളതിൻ്റെ തുടക്കം എന്ന് മാത്രം കണ്ടാൽ മതി. ഹോണസ്റ്റി വളരെ പ്രധാനപ്പെട്ട, കാരണം അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു. അത്താജിറു സദൂഖുൽ അമീൻ, സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരന്റെ സ്ഥാനം അമ്പിയാക്കളുടെ കൂടെയാണ്. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ അമ്പിയാവിന്റെയും അനുയായികൾ, അനുചരന്മാർ, സഹാബികൾ അവരുടെ കൂടെയാണ്. വശുഹദാഇ, രക്തസാക്ഷികളുടെ കൂടെയാണ്. അവിടെയാണ് സ്ഥാനം. സദൂഖുൽ അമീൻ എന്ന് പറഞ്ഞാൽ, സദൂഖ് എന്ന് പറഞ്ഞാൽ ഓണസ്റ്റി, സത്യസന്ധത, കളവ് പറയാതിരിക്കാൻ. കളവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ലാത്തൊരു കാലത്താണ് നമ്മളുള്ളത്. നീ ഇവിടെ എത്തി, ഞാൻ ഷാർജയിലെത്തി എന്ന് പറയും, ദുബായിൽ മുട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അത് കളവാണ്, പക്ഷെ നമുക്കൊരു പ്രശ്നമല്ല. അപ്പൊ കളവ് നമ്മുടെ കച്ചവടത്തിലേക്ക് കയറിയാൽ എന്താ കുഴപ്പം? ആ കുഴപ്പം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തി, എന്തെങ്കിലുമൊക്കെ പറയണല്ലോ, അതിന് മുമ്പ് നിർത്തിയാൽ ശരിയാവില്ലല്ലോ. കളവ് നമ്മുടെ കച്ചവടത്തിലേക്ക് വന്നുള്ള പ്രശ്നം. ആ കളവിലൂടെ നമ്മൾ സ്വായത്തമാക്കിയ ഒരു ദിർഹമെങ്കിലും, ഒരു ദിർഹം, അത് ഹറാമായ ധനമാണ്. അത് ഹറാമാണ്. ഈ ഹറാമായ ധനം വന്ന പ്രശ്നം? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ശരീരം അത് നരകത്തിലുള്ളതാണ്, പിന്നെ ചർച്ചകളൊന്നുമില്ല. ആ ശരീരം നരകത്തിൽ. അപ്പൊ നമ്മുടെ കുട്ടി കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, അതിൽ നമ്മുടെ ഹറാമായൊരു ദിർഹമിന്റെ
സമ്പത്ത് അതിലേക്ക് കലർന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നമ്മൾ ആ കുട്ടിയോട്, ഭാര്യയോട്, വയസ്സായ ഉമ്മായിരുന്നു, വാപ്പ ഉണ്ടാവും, വയസ്സായ വാപ്പ, ഈ വാപ്പ അടക്ക വിറ്റിട്ട് ജീവിച്ച നല്ല ഹലാലായ സമ്പത്ത് മാത്രം ഉപയോഗിച്ച് ജീവിച്ച വാപ്പയായിരുന്നു. ഇപ്പൊ അങ്ങനെ തോട്ടം നോക്കാനൊന്നും കഴിയില്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കേണ്ടത് അയച്ചു കൊടുത്തിട്ട് ആ അരിയ വാങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം വാപ്പയോടും ഉമ്മയോടും നമ്മൾ ചെയ്യുന്ന ഇതിലുമ്പിലേക്ക് വെറുതാണ് ഹറാമ് തീറ്റിക്കാൻ. ആ വാപ്പ അടക്കയും തേങ്ങയും വിറ്റ് നന്നായി ജീവിച്ച വാപ്പയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കളവ് പറഞ്ഞത്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, മറ്റു പല മേഖലകളിലും, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീൽഡ് നമ്മൾ പറയാം, അതിൽ പിന്നെ ഫിഷ്, ഇത് ഇന്ന് വന്ന ഫിഷ്, ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന ഫിഷാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫിഷ് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരാഴ്ച മുമ്പുള്ളതാണെങ്കിൽ തീർച്ചയായും ഹറാമായ സമ്പത്താണ്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊന്നും നമുക്ക് അനുവദനീയമല്ല. എൻ്റെ പ്രിയപ്പെട്ട ആ വിഷയം, ആദ്യത്തെ വിഷയമാണ്. എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് 1 മണിക്കൂറായിരുന്നു സ്കെഡ്യൂൾ. ഞാൻ 5 മണിക്കൂർ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മാതിരികൾ നിങ്ങളൊക്കെ നല്ല തിരക്കുള്ള ആളുകളാണല്ലോ. അപ്പോൾ തീർച്ചയായും നമുക്കിത് തുടരാം. ഇന്നൊരു തുടക്കം മാത്രം. അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ഒരു സെഷൻ കിട്ടിയല്ലോ, അതൊരു വലിയൊരു പാഠത്താണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ തലയിൽ ഒരു മീൻ പിന്നെ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടപ്പം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, എന്താണ് നിന്റെ തലയിൽ ഒരു എണ്ണമയം? അപ്പൊ പറഞ്ഞു, അത് പിന്നെ എണ്ണ വന്നിരുന്നുവല്ലോ, ആ എണ്ണ ഗവൺമെന്റിന്റെ എണ്ണയാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ടാക്സ് ആയിട്ട് വരുന്നതാണ്. ആ എണ്ണ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള അതിന്റെ പിന്നെ കവർ, ആ കവർ ഇങ്ങനെ തൊട്ടിട്ട് ഞാൻ തലയിൽ തേച്ചതാണ്. അത് ഒഴിവാക്കിയതാണ്, വേസ്റ്റ് ആണ്, ഹലാലാണ്, മത്രൂക്കാണ്, ഒഴിവാക്കിയ സാധനം. ഒഴിവാക്കി നമുക്ക് എടുക്കാം. അപ്പൊ അത് ഞാൻ തൊട്ടിട്ട് തലയിലാക്കുന്നത് അതൈനൽ ഹല്ലാഖ് എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൈ പിടിച്ചിട്ട് നേരെ ബാർബർ അടുത്തേക്ക് പോയി തല മുഴുവനും മൊട്ടയടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പം ഭാര്യയുടെ ഷോൾ നല്ല മണം. ഇത്ര നല്ല മണമുള്ള ആംബർ ഞാൻ വാങ്ങിയിട്ടില്ല, ഇതെടുത്ത് കിട്ടിയത്. അത് ബൈത്തുൽ മാലിലേക്ക് വന്ന ആംബർ ഞാനായിരുന്നു അളന്ന് തിട്ടപ്പെടുത്തിയത്. അപ്പൊ എൻ്റെ കയ്യിൽ സ്വാഭാവികമായിട്ട് മണം ഉണ്ടാവും, അത് ഒഴിവാക്കാൻ കഴിയില്ല. അത് ഞാൻ എൻ്റെ ഷോളിൽ ഇങ്ങനെ ഉറച്ചതാണ്. ഇന്നത്തെ ലോക്കൽ ആംബർ അല്ല, ഒറിജിനൽ. അപ്പൊ എൻ്റെ ഷോളിലേക്ക് ഇങ്ങനെ ഉറച്ചതാണ്. ഷോള് തിട്ടിച്ച് വാങ്ങി മണിക്കൂറുകൾ അത് കഴുകി അതിന്റെ മണം പോകുന്നത് വരെ. ഇത് വയറ്റിനുള്ളിലേക്ക് പോയ സാധനം, അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറഞ്ഞു. വയറ്റിനുള്ളിലേക്ക് പോയതല്ല, കഴുകി അതിന്റെ മണം പോകുന്നത് വരെ അമീറുൽ മുഅ്മിനീൻ, അന്നത്തെ രാജാവ് ഉമർ ഖത്താബ് തങ്ങൾ ആ ഷോൾ ഇതാക്കിയതാണ്. സത്യം പറയണം, അത് വളരെ പ്രധാനമാണ്. ഇവിടെ അബൂബക്കർ ഉസ്താദ് ഉണ്ട്, ബഹുമാനപ്പെട്ട താജുശ്ശേരി ഉസ്താദ് അവர்கள் മരണത്തോടടുത്ത സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പോരായ്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിരുന്നു, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ജീവിതത്തിൽ ഞാൻ ഇതുവരെ നിന്നോട് കളവ് പറഞ്ഞിട്ടില്ല. 85 വയസ്സിലധികം ഉള്ള ആളാണ് പറയുന്നത്, ജീവിതത്തിൽ ഇതുവരെ ഭാര്യയോട് കളവ് പറഞ്ഞില്ല. ഭാര്യയോട് പ്രത്യേകം നോട്ട് ചെയ്യണം. ഫോൺ വിളിക്കുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ സുഹൃത്തിന്റെ കൂടെ പോലാണെന്ന് പറയാതെ എന്തൊരു മജ്‌ലിസ് ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പം തീർച്ചയായും കളവ് ജീവിതത്തിലേക്ക് വരരുത്, അത് ബിസിനസ്സിൽ വരരുത്. ബിസിനസ്സിൽ വന്നാലുള്ള പ്രശ്നം ഇത് ഹലാലും ഹറാമും വേർതിരിച്ചിട്ട് വണ്ടിക്ക് എണ്ണയടിക്കാൻ ഹറാമായ, അങ്ങനെ ചില ആൾക്കാർ ഹറാമായ സമ്പത്തെടുത്ത് വണ്ടിക്ക് എണ്ണയടിക്കാൻ, വീട്ടിൽ മതില് കെട്ടുക, ഭക്ഷണത്തിന് ഉപയോഗിക്കൂല. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹറാമ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്? സുബ്ഹാനല്ലാഹ്, ഹറാമല്ല എന്ന് ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അവിടെ നിന്ന് നമ്മൾ ബിസിനസിന്റെ എത്തിക്സ് തുടങ്ങണം. ഇത് അവസാനിക്കേണ്ടിടം വരെ പറയാൻ നേരമില്ല. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.